നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 നവംബർ 19 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബസൗഖ്യം, നിയമപരമായ കാര്യങ്ങളിൽ വിജയം, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക, രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി എന്നിവ ഇന്ന് ലഭിക്കും. വിദ്യാ പുരോഗതി, രചന, വഴി കീർത്തി എന്നിവ പ്രതീക്ഷിക്കാം. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാൻ ഇടവരും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബ ഐശ്വര്യം, കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ എന്നിവ ഇന്നുണ്ടാകും. ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ്, തൊഴിൽ വിജയം, ദാമ്പത്യ ഐക്യം, ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും. അനുകൂലമായ ഒരു ദിനം ആണിത്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. രോഗവർദ്ധനവ്, കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവ ഇന്നുണ്ടാകും. സ്ത്രീകൾ മൂലം മാനഹാനി, ധനപരമായ നഷ്ടം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വരവിനേക്കാൾ ചെലവ് കൂടാനും സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ ജീവിത പങ്കാളിക്കോ തനിക്കോ രോഗാതി ദുരിതം വരുവാനും ആശുപത്രിവാസത്തിനും ഇന്ന് സാധ്യതയുണ്ട്. ഉറക്കക്കുറവ്, ഛർദി, ഉദരരോഗം എന്നിവ അലട്ടും. ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി, ശത്രുഹാനി, കുടുംബ ജീവിതത്തിലെ സൗഖ്യം എന്നിവ ഇന്ന് ലഭിക്കും. തൊഴിൽ രംഗത്ത് വിജയം, സാമ്പത്തികമായ ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകും. അനുകൂലമായ ഒരു ദിനമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മാനഹാനി, മനസ്സുഖക്കുറവ്, ശരീരസുഖക്കുറവ്, ഗ്യാസ് ട്രബിൾ എന്നിവ ഇന്നുണ്ടാകാം. വാഹനാപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ബന്ധുജനങ്ങളുമായി ഒത്തുചേരൽ, തൊഴിൽ രംഗത്ത് വിജയം, ദാമ്പത്യ ഐക്യം, ധനപരമായ ലാഭം എന്നിവ ഇന്നുണ്ടാകും. വളരെ നാളായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ഇഷ്ടഭക്ഷണം കഴിക്കുവാനും സാധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഭാര്യ ഭർത്തൃ സന്താന കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഇന്നുടലെടുക്കും. കാർഷിക മേഖലകളിൽ നഷ്ടം സംഭവിച്ചതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. നേത്രരോഗമുള്ളവർ കൃത്യസമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഇന്നുണ്ടാകും. മറ്റുള്ളവരുടെ ആദരവും പ്രശംസയും ലഭിക്കുന്ന സന്ദർഭം ഉണ്ടാകും. ബന്ധുജന സമാഗമം, ഭക്ഷണസുഖം എന്നിവ ഉണ്ടാകും. സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വളരെ നാളായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം പ്രധാനപ്പെട്ട മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഇന്ന് സാധിക്കും. പ്രണയസാഫല്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഇന്നുണ്ടാകും. തൊഴിൽ തടസ്സം, അപമാനം, ധനപരമായ ക്ലേശം, രോഗാതി ദുരിതം, അമിതമായ ഉത്കണ്ഠ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനും കലഹത്തിനും ഇന്ന് ഇട നൽകും. വാത കഫ രോഗങ്ങൾ വർദ്ധിക്കുകയും അതുവഴി പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യാം. ഇന്ന് കൂടുതൽ ക്ഷമ പാലിക്കുന്നത് ഉചിതമാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.